സംവിധായകൻ്റെ കല. അപ്പം അതിലാദ്യം സിനിമയുടെ ചരിത്രമാണ് പറയുന്നത്. അതായത് 1895 ഫ്രാൻസിലെ ലൂമിയർ സഹോദരന്മാർ 1.5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രദർശനം സാധ്യമാക്കും വിധമുള്ള ചലിക്കുന്ന ചിത്രങ്ങൾ തങ്ങളുടെ ക്യാമറയിലേക്ക് പകർത്തിയെടുത്തു. സ്റ്റേഷനിൽ തീവണ്ടി വന്നു നിൽക്കുന്നതും കടലിൽ നിന്ന് കരയിലേക്ക് തിരകൾ ആഞ്ഞടിക്കുന്നതും ഫാക്ടറി വിട്ട് തൊഴിലാളികൾ പിരിഞ്ഞു പോകുന്നതും മറ്റുമാണ് അവരുടെ ക്യാമറ ആദ്യം ദർശിച്ച ദൃശ്യം. അപ്പം 1895 ഫ്രാൻസിൽ ലൂമിയർ സഹോദരന്മാരാണ് ആദ്യമായിട്ട് പ്രദർശനം സാധ്യമാക്കുന്ന വിധമുള്ള ചലിക്കുന്ന ചിത്രങ്ങൾ തങ്ങളുടെ ക്യാമറയിലേക്ക് പകർത്തിയത്. അപ്പോൾ ലൂമിയർ സഹോദരന്മാരാണ് പ്രദർശനയോഗ്യമായിട്ടുള്ള ആദ്യത്തെ ചലച്ചിത്രം അത് നിർമ്മിച്ചത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ലൂമിയർ സഹോദരന്മാർ അവരെക്കുറിച്ച് ആരാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണമാണ്. അപ്പോൾ ഫ്രാൻസിലെ ബസനിൽ 1862 ഒക്ടോബറിലാണ് മൂത്തവനായിട്ടുള്ള അഗസ്റ്റ് ലൂമിയറിൻ്റെ ജന്മം. അപ്പോൾ 1864 ഒക്ടോബർ 5 ഇളയവനായ ലൂയി ലൂമിയർ ജനിച്ചത്. ലിയോണിലെ ലാ മാർട്ടിനിയർ എന്ന പ്രശസ്തമായിട്ടുള്ള ടെക്നിക്കൽ സ്കൂളിലെ ഇരുവരും പരിശീലനം നേടി. അപ്പോൾ അവരുടെ അച്ഛൻ ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫിയിൽ അവരുടെ കഴിവ് വളർത്താൻ ഇത് സഹായകമായി. ക്യാമറയിലും പ്രൊജക്ടറിലും നിരവധി പരീക്ഷണങ്ങൾ നടത്തിയ ഇവരെ നിരവധി ആളുകൾക്ക് ഒരേ സമയം കാണാനാവുന്ന ഒരു ചലച്ചിത്ര പ്രദർശന രീതി ആവിഷ്കരിക്കുക. സിനിമാറ്റോഗ്രാഫ് എന്നാണ് ഇവരതിനെ വിളിച്ചത്. അപ്പോൾ 1895 ലൂമിയർ സഹോദരന്മാർ തങ്ങളുടെ സിനിമാറ്റോഗ്രാഫിന് പേറ്റന്റ് നേടിയെടുത്തു. അപ്പം അങ്ങനെയുള്ള ആ ലൂമിയർ സഹോദരന്മാർ അപ്പോൾ അവർ ആദ്യമായിട്ട് അവരുടെ ക്യാമറയിൽ അവതരിപ്പിച്ചത് സ്റ്റേഷനിലെ തീവണ്ടി വന്നു നിൽക്കുന്നതും കടലിൽ നിന്ന് കരയിലേക്ക് തിരമാലകൾ ആഞ്ഞടിക്കുന്നതും ഫാക്ടറി വിട്ട് തൊഴിലാളികൾ ഇങ്ങനെ പിരിഞ്ഞു പോകുന്നതും ഒക്കെ ആയിട്ടുള്ള ദൃശ്യങ്ങളാണ് ആദ്യം അവരുടെ ക്യാമറയിൽ നിന്ന് കാണാനായിട്ട് കഴിഞ്ഞത് എന്ന് പറയും. അപ്പം ഇനി ശാസ്ത്രജ്ഞൻ്റെ പണിപ്പുരയിൽ പെറ്റുവീണ ഒരത്ഭുത ശിശു എന്നതിനുപരി മറ്റെന്തെങ്കിലും പ്രാധാന്യം ആരും അന്നതിന് നൽകാനായിട്ട് തുനിഞ്ഞില്ല. വ്യക്തമായ രൂപഭാവങ്ങൾ കൈക്കൊള്ളുവാൻ 20-ാം നൂറ്റാണ്ടിൻ്റെ പ്രഭാതകിരണങ്ങൾ കാത്ത് വീണ്ടും ഒരു ദശവത്സരം ഈ പ്രതിഭാസത്തിന് കഴിയേണ്ടി വന്നു. അപ്പം എന്താ പറഞ്ഞത്? അന്നത് ഒരു ശാസ്ത്രജ്ഞൻ്റെ പണിപ്പുരയിൽ ഉണ്ടായിട്ടുള്ള ഒരു അത്ഭുത ശിശു എന്നുള്ള ഒരു പ്രത്യേകത. കാരണം ചലിക്കുന്ന ചിത്രങ്ങൾ ആദ്യമായിട്ടാണ് ആളുകൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞൻ്റെ പണിപ്പുരയിൽ പെറ്റു വീണിട്ടുള്ള ഒരു അത്ഭുത ശിശുവും അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ പ്രാധാന്യമൊന്നും ആരും അതിന് കൊടുത്തില്ല. അപ്പോൾ വ്യക്തമായിട്ടുള്ള രൂപഭാവങ്ങൾ കൈക്കൊള്ളാൻ 20-ാം നൂറ്റാണ്ടിൻ്റെ പ്രഭാതകിരണങ്ങൾ കാത്ത് ഒരു ദശവത്സരം ഈ പ്രതിഭാസത്തിന് കഴിയേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ദശവത്സരം എന്ന് പറഞ്ഞാൽ ദശം എന്ന് പറഞ്ഞാൽ 10, വത്സരം എന്ന് പറഞ്ഞാൽ കൊല്ലം, ദശവത്സരം 10 കൊല്ലം. അപ്പോൾ 10 കൊല്ലത്തോളം വീണ്ടും ഇതിന് കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ ലൂമിയർ സഹോദരന്മാർ 1895 ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചിത്രം ഉണ്ടാക്കിയത് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 20-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ 5 കൊല്ലത്തിന് ശേഷം എന്തായി? 20-ാം നൂറ്റാണ്ടായി. അപ്പോൾ 10 കൊല്ലം അപ്പോൾ വീണ്ടും കാത്തിരിക്കേണ്ടി വന്നു എന്ന് പറയും. കഷ്ടം എന്ന് പറയട്ടെ, അപ്പോഴേക്ക് യൂറോപ്പിലും അമേരിക്കയിലും കലാരംഗത്തെ വ്യവസായീകരണത്തിൻ്റെ ദശ ആരംഭിക്കുകയായിരുന്നു. അപ്പോൾ ഈ സമയമായപ്പോഴേക്കും യൂറോപ്പിലും അമേരിക്കയിലൊക്കെ കലാരംഗം എന്ന് പറയുന്നത് ഒരു വ്യവസായമായി മാറിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വിൽപ്പനച്ചരക്ക്, അതുവരെ ഉണ്ടായിരുന്ന കലയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതി കലാരംഗത്ത് കാണുന്ന ഒരു സമയമായിരുന്നു യൂറോപ്പിലും അമേരിക്കയിലും ഈ കാലഘട്ടം എന്ന് പറയും. അപ്പോൾ
അപ്പോൾ കൂറ്റൻ പ്രസിദ്ധീകരണശാലകളും വമ്പിച്ച പ്രൊഫഷണൽ നാടക സംഘങ്ങളും വലിയ ഓപ്പറ ഓർക്കസ്ട്ര കമ്പനികളും ന്യൂസ് പേപ്പർ ട്രസ്റ്റുകളും ഉടലെടുത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. പിച്ച വെച്ചെത്തിയ ചലച്ചിത്രത്തിന് വ്യവസായീകരണത്തിൻ്റെ ബാധ എളുപ്പമാണ് ഏറ്റത്. അപ്പോൾ എല്ലായിടത്തും ഇത്തരത്തിൽ പ്രൊഫഷണൽ നാടക സംഘങ്ങൾ, ഓർക്കസ്ട്ര കമ്പനികൾ, ന്യൂസ് പേപ്പർ ട്രസ്റ്റുകൾ ഇതൊക്കെ അങ്ങനെ ഉടലെടുത്ത് വരുന്ന ഒരു കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ചലച്ചിത്രം ഒരു വ്യവസായമായി മാറാൻ ഇതിനൊക്കെ ഈ ഒരു സാഹചര്യം സഹായിച്ചു എന്ന് പറയും. കാരണം ചലച്ചിത്രം അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു രീതി അതിനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ബിസിനസ്സായിട്ട് മാറാനുള്ള ഒരു സാഹചര്യം കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം, ഈ വ്യവസായവൽക്കരണം അങ്ങനെ കലയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജനിച്ചിട്ടുള്ള ഒരു കലാരൂപം അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയമായിട്ടുള്ള മാറ്റം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഒന്നും കൂടി എളുപ്പത്തിൽ വ്യവസായവൽക്കരണത്തിൻ്റെ മാർഗത്തിലേക്ക് തിരിക്കുന്നതിന് ഇത് കാരണമായി എന്ന് പറയും. അരങ്ങിൻ്റെ വ്യത്യസ്തമായ പകർപ്പുകൾ എടുക്കാനുതകുന്ന ഉത്തമമായൊരു മാർഗമായി നാടകക്കാർ ചലച്ചിത്രത്തെ കണ്ടു. ഫ്രാൻസിലെ പാന്തേ കമ്പനിയുമായി ഈ ആവശ്യത്തിലേക്ക് അവിടുത്തെ നാടക സംഘങ്ങൾ ദീർഘകാല കരാറുകളിൽ ഏർപ്പെടുക പോലും ചെയ്തു. അപ്പം അരങ്ങിൽ കാട്ടാൻ കഴിയാത്ത പലതും വാതിൽ പുറത്തേക്കിറങ്ങി ചിത്രീകരിക്കാമെന്ന സാധ്യത ഇവിടെ കൂടുതലായി ഉണ്ടല്ലോ. ഇപ്പോൾ സിനിമയെക്കുറിച്ച് പറയുകയാണ്. അതായത് അരങ്ങിൻ്റെ വ്യത്യസ്തമായ പകർപ്പുകൾ എടുക്കാം. കാരണം നാടകമാണെങ്കിൽ ഒരു സ്റ്റേജിൽ കിട്ടുന്നത് മാത്രമാണല്ലോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സിനിമയിൽ അങ്ങനെയല്ലല്ലോ, പുറത്തു പോയിട്ട് ഷൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സൗകര്യം നാടകക്കാർ ചലച്ചിത്രത്തിൽ കണ്ടു. പിന്നെ ഫ്രാൻസിലെ പാന്തേ കമ്പനിയുമായിട്ട്, പാന്തേ കമ്പനി എം ചാൾസ് പാന്തേ എന്ന് പറഞ്ഞ ഒരാൾ നടത്തുന്ന കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനിയിലേക്ക് അവിടുത്തെ നാടക സംഘങ്ങൾ ദീർഘകാല കരാറുകളിൽ ഏർപ്പെടുക പോലും ചെയ്തു. നമ്മൾ അങ്ങനെ ട്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ, നാടക ട്രൂപ്പുകൾ പറയും. അപ്പോൾ അതേപോലെ അപ്പം അരങ്ങിൽ കാട്ടാൻ കഴിയാത്ത പലതും വാതിൽ പുറത്തേക്ക് ഇറങ്ങി ചിത്രീകരിക്കാം എന്ന സാധ്യത ഇവിടെ കൂടുതലായി ഉണ്ടല്ലോ. പുറത്തു പോയിട്ട് ചിത്രീകരിക്കാനായിട്ട് പറ്റുന്നുള്ള സാധ്യത സിനിമയിൽ കൂടുതലാണ്. അപ്പം ശബ്ദത്തിൻ്റെ വരവോടെ എല്ലാം സുഗമമായി. നടന്മാർക്ക് നാടക സ്റ്റേജിലെ പാരതന്ത്ര്യം ഒഴിഞ്ഞു കിട്ടി. പാരതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ. അപ്പം ശബ്ദം വന്നോടു കൂടിയിട്ട് നാടക സ്റ്റേജിലുള്ള ആ സ്വാതന്ത്ര്യമില്ലായ്മയും ഒഴിഞ്ഞു കിട്ടി. അപ്പോൾ പകരം അവർ ഉദ്യാനങ്ങളിലും മരുഭൂമികളിലും പൊതുനിരത്തുകളിലും പെരുവനങ്ങളിലും ഇറങ്ങി നിന്ന് അഭിനയിച്ചു. ചലച്ചിത്രമല്ലേ, ചലനം വേണമല്ലോ. കുതിരപ്പന്തയവും കാറോട്ടവും കുളത്തിൽ ചാട്ടവും കുതിച്ചോട്ടവും നീന്തലും മറിയലും സർക്കസും ഗുസ്തിയും വാൾപ്പയറ്റും കത്തിയേറും എല്ലാം ചലച്ചിത്ര കഥയുടെ അനിവാര്യ ഘടകങ്ങളായി. ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കുറേ കാര്യങ്ങളാണ്. അത് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അല്ലെങ്കിൽ ഇതിനെല്ലാം ഇടം കരുതിയിട്ടുള്ള കഥ മാത്രമേ ചലച്ചിത്രത്തിന് വേണ്ടൂ എന്നായി. സിൻഡർല കഥയിൽ തുടങ്ങി ബൈബിൾ കഥകളും ഗ്രീക്ക് പുരാണങ്ങളും അസീസി കഥകളും രാമായണവും മഹാഭാരതവും എന്നുവേണ്ട അത്ഭുത വീരപരാക്രമങ്ങൾ പറയുന്ന ഒരു കഥാശാഖയെയും വെറുതെ വിട്ടില്ല. എല്ലാം സെല്ലുലോയിഡിൻ്റെ നീണ്ടുനേർത്ത തുണ്ടുകളിൽ പറ്റിക്കൂടി അമരത്വം നേടി. അപ്പോൾ എന്താ പറഞ്ഞത്? സർക്കസ്, ഗുസ്തി, വാൾപ്പയറ്റ്, കത്തിയേറ് ഇങ്ങനെയൊക്കെയുള്ള ഒരു കഥ, ഇതിനൊക്കെ പറ്റുന്ന ഒരു കഥ ഉണ്ടോ അത് ചലച്ചിത്രമാക്കാം എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഈ ചലച്ചിത്രം മാറി പിന്നെ എന്ന് പറയും. സിൻഡർല കഥ നമുക്കറിയുന്ന കഥയാണ്. അപ്പോൾ അതിൽ തുടങ്ങിയിട്ട് ബൈബിൾ കഥകളും ഗ്രീക്ക് പുരാണങ്ങളും അസീസി കഥകളും അതേപോലെ രാമായണവും മഹാഭാരതവും തുടങ്ങിയിട്ടുള്ള എല്ലാ അത്ഭുത വീരപരാക്രമങ്ങളും പറയുന്ന കഥകളൊക്കെ തന്നെ സിനിമയ്ക്ക് വിഷയമായി. സെല്ലുലോയിഡിൻ്റെ നീണ്ടുനേർത്ത തുണ്ടുകളിൽ പറ്റിക്കൂടി അമരത്വം നേടി. സെല്ലുലോയിഡ് എന്ന് പറഞ്ഞാൽ ഫിലിമിന് പകരമായിട്ട് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന വസ്തുവാണ്. അപ്പോൾ അതിൽ
സിനിമയുടെ ഈ രംഗങ്ങളിൽ ഇതൊക്കെ തന്നെ പറ്റിപ്പിടിക്കാനുള്ള ഒരു വഴി ആയി എന്ന് പറയും. അപ്പോൾ എല്ലായിടത്തും നടന്ന ഷൂട്ടിംഗ് നടത്താനായി എല്ലാ കഥകളും തന്നെ സിനിമയ്ക്ക് ഉപയോഗിക്കാനായി. പക്ഷെ അതിൽ കുറച്ചൊരു മേമ്പൊടിയായിട്ട് സർക്കസ്, ഗുസ്തി, വാൾപ്പയറ്റ്, നീന്തൽ, കുതിരപ്പന്തയം, കാറോട്ടം, കുളത്തിൽ ചാട്ടം തുടങ്ങിയിട്ടുള്ളതൊക്കെ അതിൽ കൂട്ടിച്ചേർക്കാം എന്നുള്ള അവസ്ഥ വന്നു. ഇനി തുടക്കത്തിൽ സ്വപിതൃത്വം ലൂമിയറിലും മെലിസിലും കണ്ട ചലച്ചിത്രം അത് പലരിലേക്ക് പിരിഞ്ഞു പോകുന്നത് ഏതു വികാരത്തോടെയാവും വീക്ഷിച്ചതെന്ന് വിവരിക്കുക വയ്യ. നമ്മളോട് നേരത്തെ പറഞ്ഞ സ്വപിതൃത്വം, അതിൻ്റെ പിതൃത്വം. അപ്പോൾ സിനിമയുടെ അച്ഛൻ ലൂമിയറിനെ ആദ്യം പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ജോർജ് മെല്ലിസ് സിനിമ സംവിധായകനാണ്. അപ്പോൾ അവരൊക്കെ ആയിരുന്നു സിനിമയുടെ തുടക്കക്കാർ. പക്ഷെ പിന്നെ അത് പല ആളുകളിലേക്ക് അങ്ങനെ വേർപിരിഞ്ഞു പോവാനായിട്ട് തുടങ്ങി. അപ്പം നിർമ്മാണത്തിൻ്റെ ക്ലിഷ്ടതകൾ വർദ്ധിച്ചപ്പോൾ നിർമ്മാണ പരികർമ്മികളുടെ എണ്ണവും പെരുത്തു. ക്ലിഷ്ടത എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്. അപ്പം നിർമ്മാണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചപ്പോൾ നിർമ്മാണ പരികർമ്മികൾ, നിർമ്മാണത്തിനായിട്ട് നിങ്ങളെ സഹായിക്കാനുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവരുടെ എണ്ണം കൂടി വന്നു. നിർമ്മാതാവ്, എഴുത്തുകാരൻ, സംവിധായകൻ, ശബ്ദലേഖകൻ, ഛായാഗ്രാഹകൻ, ചിത്രസന്നിവേശകൻ, കലാസംവിധായകൻ, സംഗീത സംവിധായകൻ അവരുടെ എണ്ണം പെരുകിക്കൊണ്ടിരുന്നു. അത് നമ്മൾ കാണുന്നതാണ്. ഒരു സിനിമ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴൊക്കെ സിനിമയിൽ ആരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നങ്ങനെ എഴുതി കാണിക്കില്ല, നീണ്ട നിരകൾ കാണും. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം ലൂമിയർ സഹോദരന്മാരും ജോർജ് മെല്ലിസൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ ഇവർ മാത്രമല്ല, ഇവരുടെ പിന്നിൽ ഇങ്ങനെ ഒരുപാട് അണികൾ തന്നെ ഉണ്ടായി എന്ന് പറയും. അപ്പോൾ ഇടയിൽ ചിലരൊക്കെ പറഞ്ഞു, വമ്പിച്ച മുതൽ മുടക്ക്, കൂട്ടായ പ്രവർത്തനം, വ്യത്യസ്തമായ വേതനം, സങ്കീർണമായ നിർമ്മാണമുറ, യന്ത്രവൽകൃത സാങ്കേതികത്വം, അസംഖ്യമായ തൊഴിലാളികൾ, അസാമാന്യമായ വിൽപ്പന സാധ്യത, ഇതൊരു വ്യവസായമാണ്. വ്യവസായികൾ, നിർമ്മാതാക്കൾ, വിതരണക്കാർ, പ്രദർശകർ, പ്രേക്ഷകർ, നിരൂപകർ ഒത്തുമൂളി ശരിയാണ്. തുണി, ചണം, സോപ്പ്, പൗഡർ എന്നിവ പോലുള്ള വ്യവസായം. അപ്പോൾ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എന്തായി? വമ്പിച്ച മുതൽ മുടക്ക്, കൂട്ടായ പ്രവർത്തനം, വ്യത്യസ്തമായിട്ടുള്ള വേതനം, സങ്കീർണമായിട്ടുള്ള നിർമ്മാണ മുറകൾ, അതേപോലെ യന്ത്രവൽകൃതമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ, ഒരുപാട് തൊഴിലാളികൾ, അസാമാന്യമായ വിൽപ്പന സാധ്യത, ഇതൊക്കെ കാണുന്നതുകൊണ്ട് ഒരു വമ്പിച്ച വ്യവസായം തന്നെയാണ് സിനിമ എന്ന് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോഴും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളൊക്കെ തന്നെ സമ്മതിച്ചു. അതായത് വ്യവസായികൾ, നിർമ്മാതാക്കൾ, വിതരണക്കാർ, പ്രദർശകർ, പ്രേക്ഷകർ, ഇപ്പോൾ നിരൂപകർ ഒത്തുമൂടിയെല്ലാം ശരിയാണ്. അതായത് തുണി, ചണം, സോപ്പ്, പൗഡർ ഇതൊക്കെ പോലെ സിനിമയും ഒരു വ്യവസായമാണ് എന്ന് ക്രമേണ വന്നു. പക്ഷെ സ്ഥിതി മൊത്തത്തിൽ ഇതായിരുന്നില്ല. തുടക്കം മുതൽ തന്നെ ചലച്ചിത്രമെന്ന അത്ഭുത പ്രതിഭാസത്തിന് മറ്റേത് കലാവിഭാഗത്തിൻ്റെയും ഉപാസകരുടെ പ്രതിഭയെ വെല്ലാൻ പോന്ന ദിഷണാശാലികളുടെ പരിചരണം ഉണ്ടായിരുന്നു. അമേരിക്കയിൽ പോർട്ടറും ഗ്രിഫിത്തും ഫ്ലാഹട്ടിയും, റഷ്യയിൽ ഐൻസ്റ്റീനും പുഡോക്കിനും ഡോഷെങ്കോയും, ജർമ്മനിയിൽ ഫ്രിറ്റ്സ് ലാങ്ങും മൂർനോയും റോബർട്ട് വീനും, ഫ്രാൻസിൽ ഏബൽ ഗാൻസും കോൾഡ്രേയറും ഴാൻ വിഗോയും, ഇംഗ്ലണ്ടിൽ ഗ്രിയേഴ്സനും ഹിച്ച്കോക്കും, സ്വീഡനിൽ സിസ്ട്രോമും മാറിസ് ടില്ലറും ഈ പുതിയ മാധ്യമത്തെ തങ്ങളുടെ കലാസബര്യയ്ക്കുള്ള രംഗമായി തിരഞ്ഞെടുത്തു. അപ്പോൾ സ്ഥിതി മൊത്തത്തിൽ ഇതായിരുന്നില്ല. ഒരു ബിസിനസ്സായി എന്ന് പറഞ്ഞല്ലോ. ബിസിനസ്സിൻ്റെ അപ്പുറത്തേക്ക് ചലച്ചിത്രം എന്ന അത്ഭുത പ്രതിഭാസത്തിന് മറ്റേത് വിഭാഗത്തിൻ്റെയും ഉപാസകരുടെ പ്രതിഭയെ വെല്ലാൻ പോന്ന ദിഷണാശാലികളുടെ പരിചരണം ഉണ്ടായിരുന്നു. ദിഷണാശാലി എന്ന് പറഞ്ഞാൽ ബുദ്ധിശക്തി കൂടിയവർ, ഒരുപാട് ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ
ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മറ്റ് കലകളെ പോലെയല്ല, മറ്റ് കലകളിലുള്ളവരൊന്നും ബുദ്ധിയില്ലാത്തവരാണ് എന്നല്ല പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത്, ഒരു ശാസ്ത്രീയമായിട്ടുള്ള കൂട്ടായ്മ പോലെ അങ്ങനത്തെ ഒരവസ്ഥയാണ് സിനിമയുടെ പിന്നിൽ എന്ന് പറയാം. അപ്പം അതിനുള്ള ഓരോ രാജ്യത്തുള്ള കുറേ പ്രതിഭാശാലികളുടെ പേരുകളാണ് നമ്മളുടെ മുമ്പിൽ ലേഖകൻ അങ്ങനെ എടുത്തെടുത്ത് കാണിച്ചത്. അപ്പോൾ അവരൊക്കെ തന്നെ എന്ത് ചെയ്തു, ഈ പുതിയ മാധ്യമത്തെ തങ്ങളുടെ കലാസബരിക്കുള്ള രംഗമായിട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ അവർ ചലച്ചിത്രത്തിൻ്റെ ഭാഷയിൽ വ്യാകരണം എഴുതി ചേർത്തു. സംസാരിക്കാൻ തുടങ്ങും മുമ്പ് തന്നെ പരുവവും പാകതയും വന്ന ഒരു കലാരൂപമായി ചലച്ചിത്രം വളർന്നു. അപ്പോൾ അവർ ചലച്ചിത്രത്തിൻ്റെ ഭാഷയിൽ വ്യാകരണം എഴുതി ചേർത്തു. ചലച്ചിത്രം എങ്ങനെയൊക്കെയും ആവാം. അപ്പം അങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്ന് പറഞ്ഞാൽ സിനിമ അങ്ങനെ ഇറങ്ങി അങ്ങനെ ഒരു കലാരൂപം ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്ക് തന്നെ അത് പരുവവും പാകവും വന്നിട്ടുള്ള മൂത്ത് പഴുത്തു നമ്മൾ പറയില്ല, അപ്പം അതേപോലെ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ വളർച്ചയും പൂർത്തീകരണവും ഒക്കെ തന്നെ നടന്നു. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് മറ്റേത് കലാരൂപത്തെക്കാളും വ്യാവസായികമായിട്ടും അതേപോലെ തന്നെ വളർച്ചാപരമായിട്ടും വളരെ പെട്ടെന്ന് തന്നെ സമൂഹത്തിൽ ഇടം നേടി, ലോകത്ത് ഇടം നേടി, അതേപോലെ അതിൻ്റെ വളർച്ച വളരെ പെട്ടെന്ന് ആയിരുന്നു എന്ന് പറയും.